ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു പേപ്പർ ക്രാഫ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഈ ഒരു രൂപത്തിലാണ് ഇതിനെ കിട്ടുക. അപ്പം സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇപ്പം ഞാനിവിടെ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടും 2 കളറാണ്. അപ്പം ആദ്യം നമ്മൾ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വൈറ്റ് ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മൊത്തത്തിലാക്കി കൊടുത്തതിന് ശേഷം നമ്മളത് എല്ലാ സ്ഥലത്തും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട്, കയ്യോ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമായി. അപ്പോൾ ഇതുപോലെ തേച്ചതിന് ശേഷം മറ്റേ പേപ്പർ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഒരു കളറും മറ്റേ സൈഡിൽ വേറൊരു കളറുമായി മാറി. ഓക്കെ, ഇനി 4 നമ്മൾ മടക്കണം. ആദ്യം ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ മടക്കാം. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 പീസാക്കിയിട്ട് വെട്ടണം. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ 4 പീസാക്കി വെട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് റിബൺ പോലെ നമ്മൾ ഇതിനെ നീളത്തിൽ ഒട്ടിച്ചെടുക്കണം. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. കുറച്ച് ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാം. അങ്ങനെ ഈ 4 പീസിനെ നമ്മൾ ഒന്നിച്ചാക്കാം. അപ്പം അങ്ങനെ നമ്മുടെ 4 പീസും ഒന്നിച്ചായിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മൾ 1.5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നടുവിൽ 2 സെൻറ്റിമീറ്റർ കിട്ടും. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു സൈഡിൽ വീതി 5 സെൻറ്റിമീറ്ററും മറ്റേ സൈഡിൽ 2 സെൻറ്റിമീറ്ററും. അതിനുശേഷം ഈ 5 സെൻറ്റിമീറ്ററുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റിൽ ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നേരെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ മുകളിലോട്ട് മടക്കാം. ഇനി മടക്കുന്ന എല്ലാ മടക്കുകളും മുകളിലോട്ടാണ്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മടക്ക് വരിക. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ആ പേപ്പർ തീരുന്നത് വരെ ഇതേ ഒരു സ്റ്റൈലിൽ തന്നെ മടക്കി കൊടുക്കാം. മടക്കുമ്പോൾ മാക്സിമം ലെവലായിട്ട് ആ ലൈന് ഒപ്പിച്ച് മടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ അത് മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ നിവർത്തി നോക്കിയാൽ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് ഇതിനെ കിട്ടുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നമ്മളിനി ഒന്ന് ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു വശം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു അറ്റം ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു സ്ക്വയറായി. ഇനിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ അടിയിലോട്ട് മടക്കിയെടുക്കുക. അതായത് നേരത്തെ മടക്ക് മാറുന്നില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ മടക്കുന്നത് തിരിച്ചാണ് ഇതിനെ വെക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നൊരു കളറ് ഇപ്പം അത് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മാത്രം. നേരത്തെ അടിയിലുണ്ടായിരുന്ന കളർ ഇപ്പം മുകളിലായി എന്ന് മാത്രം. ആ മടക്ക് അതുപോലെ തന്നെയാണ് മടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ മടക്കി ആ മടക്ക് തിരിച്ച് മടക്കുന്നില്ല. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞു. ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം പുതിയതായതുകൊണ്ട് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മളിതിങ്ങനെ ചെയ്ത് കഴിയുമ്പം ഒന്ന് ഫ്രീ ആവും. നമുക്ക് ഒരു വിരൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ന്യൂസ് പേപ്പറോ പഴയ മാഗസിനോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ ഇതുപോലുള്ള കളർ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് സെൽഫായിട്ടും ഇതുണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഷാഹിദ്. ബൈ ബൈ.